ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1 ആണ്. നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു പുതിയ മാസം തുടങ്ങാം. ചില കാര്യങ്ങളിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സത്ര ഓക്കെ ആയിരിക്കില്ല. പലതരത്തിലുള്ള കോംപ്ലക്സ് കാരണമായിരിക്കും നമ്മൾ ഇത്രയും മാസം ചിലപ്പോൾ പോന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ നമ്മൾ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സാഡായിട്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പോയിട്ടുണ്ടാവുക. ഒന്നും കാര്യമാക്കണ്ട, നമ്മൾ ഇപ്പോൾ ഫസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഏതൊരു കാര്യവും നമ്മൾ ഒരു ഒന്നേന്ന് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ആരംഭത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര എനർജിയുള്ള കാര്യമാണ്. സോ ഒരു 4-5 കാര്യങ്ങൾ ഇവിടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ റിജക്ഷനും ചിലപ്പോൾ ബെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റു പലരെയും സെലക്ട് ആയിട്ട് നമ്മൾ മാത്രം മാറി നിൽക്കേണ്ടി വരുന്ന, മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ അത് താങ്ങാനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാവർക്കുമുള്ള ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. പല ന്യൂസും നമ്മൾ ചാനൽസിൽ കണ്ടതാണ്. കാരണം ഫെയിലേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ഷൻസിനെയും അല്ലെങ്കിൽ ചില സ്ഥലത്ത് തോറ്റു പോകുന്നതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാനും, മുന്നോട്ടേക്കൊരു ജീവിതമുണ്ട്, മുന്നോട്ടേക്ക് പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യണം, പല നല്ല കാര്യങ്ങളും വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുറവാണെന്നുള്ളൊരു തലമുറയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, എന്തൊരു കാര്യത്തിലും നമ്മൾ മുന്നോട്ടേക്ക് ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ ഒരു സംഭവം കടന്നു പോകും എന്നുള്ളതാണ്. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ദീസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞാണ്. ഈ എല്ലാ കാര്യങ്ങളും കടന്നു പോകും. അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഇതും കടന്നു പോകും. എല്ലാത്തിനും ഒരു 2-3 ദിവസത്തെ ആയുസ്സേ ഉണ്ടാവുള്ളൂ. നമ്മൾ മറക്കും, നമ്മുടെ കൂടെയുള്ളവർ മറക്കും. ചാർലി ചാപ്ലിൻ ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഒരേ തമാശ ഒരുപാട് തവണ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ചിരിച്ച് അത്രയും ചിരി വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സങ്കടം ഓർത്തോർത്ത് വീണ്ടും നമ്മൾ കരയുന്നതെന്ന്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. എല്ലാ റിജക്ഷനും ഒരു റീഡയറക്ഷനാണ്, പുതിയൊരു കാര്യത്തിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനും, പുതിയ ആളുകളെ പരിചയപ്പെടാനും, പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളതാണ് ഓരോ റിജക്ഷനും. 2ാമത്തെ പോയിൻ്റാണ്, യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ടു ബി ലവ്ഡ്. നമുക്കെല്ലാവർക്കും ഒരുപാട് കോംപ്ലക്സ് ഉണ്ടാവും. നമ്മൾ ഒരാൾ സ്നേഹിക്കപ്പെടാൻ മാത്രം യോഗ്യത എനിക്കുണ്ടോ, അർഹത എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ അത്രയും നല്ലതൊന്നും അല്ല, എന്നെക്കാളും മികച്ചതായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കോംപ്ലക്സ്. എനിക്ക് തോന്നുന്നു മെയിനായിട്ടത് ഈ കൗമാരത്തിലുള്ള കുട്ടികൾക്കും പിന്നെ യൗവനത്തിലുള്ള ആളുകൾക്കും പിന്നെ കൂടുതലും ഇത് ലേഡീസിനാണുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന്. ഈവൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നിനും കൊള്ളില്ല, ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല. ഈവൻ ലുക്ക് വൈസ് ആണെങ്കിലും കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നെക്കാളും കഴിവുള്ള, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, ഒരു കഴിവുമില്ല, എന്നെക്കാളും കഴിവുള്ള ആളുകൾ ചുറ്റുമുണ്ട്. സോ ആളുകളെല്ലാവരും കൺസിഡർ ചെയ്യുന്നത് മറ്റ് ഗേൾസിനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ 30കളിലേക്കൊക്കെ എത്തിയ സമയത്ത് ചില കാര്യങ്ങൾ വായിച്ചതിൽ നിന്നും, ചില നല്ല നല്ല പോഡ്കാസ്റ്റുകൾ കേട്ടതിൽ നിന്നും, ചില നല്ല ആളുകളായിട്ട് സംസാരിച്ചതിൽ നിന്നൊക്കെ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരും. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല, എല്ലാ മനുഷ്യന്മാർക്കും ഒരേ കഴിവുകളല്ല, എല്ലാ മനുഷ്യന്മാരും മറ്റൊരു ആളിൽ, മറ്റൊരു വ്യക്തിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള ചിന്ത വന്നു എനിക്ക്. അപ്പോൾ പിന്നെ തോന്നി ഞാൻ യുണീക്കാണ്, ഞാൻ അടിപൊളിയാണ് എന്നുള്ള ചിന്തയൊക്കെ വന്നു. സോ ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പെർഫെക്റ്റ് ആണ്, നമുക്ക് 0% എറർ ആവണം എന്നൊന്നുമില്ല. സ്നേഹിക്കപ്പെടാൻ, കൂട്ടുകൂടാൻ, ഒരു ഗ്യാങ്ങിൽ കൂടാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാൻ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ, ഒരു ഗ്യാങ്ങിൽ നമ്മളൊന്ന് വേറിട്ട് നിൽക്കാൻ, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ, ഒരു സ്റ്റേജ് നമ്മുടെ പേരിൽ അറിയപ്പെടാനൊന്നും നമ്മൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ ഐഡിയയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യുണീക്കായാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും, ഈ 1-ാം തീയതി എന്നല്ല പറയാനുള്ളത്, ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊടിക്ക് നമ്മുടെ എനർജിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ് യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ടു ബി ലവ്ഡ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു കാര്യം പറയാനുള്ളത്, പല സ്ഥലങ്ങളിലും പല കോട്ട് എഴുതിയിട്ടുള്ള സ്ഥലങ്ങളിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എവറി ഡേ ഇസ് എ ന്യൂ ബിഗിനിങ് എന്ന് പറയാം. എല്ലാ ദിവസവും പുതിയതാണ്, എല്ലാ ദിവസവും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള
ആഗ്രഹത്തിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കാം. എവറി ഡേ ഈസ് ന്യൂ ബിഗിനിങ് എന്ന് പറയുന്ന കാര്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഓരോ ദിവസവും ഓരോ തുടക്കമാണ് എന്ന് കരുതുന്നതിൽ നിന്ന് നമ്മൾ തലേ ദിവസം വരെ അവസാനിപ്പിച്ച് വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ തലേ ദിവസം വരെയുള്ള നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ദിവസത്തിലേക്ക് തുടങ്ങണം എന്നല്ല പറയുന്നത്. പക്ഷേ ഓരോ ദിവസവും നമുക്ക് ഈ ലോകം തുറന്നു തരുന്നത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയും ബെയർ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആ സങ്കടത്തിനെയും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സങ്കടത്തിനോട് കൂടി തന്നെ പുതിയ ദിവസത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ എവറി ഡേ ഈസ് ന്യൂ ബിഗിനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 1 ആണ്. നമ്മളിപ്പോൾ ജാനുവരിയിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അത് നിന്നിട്ടുള്ള ആളുകളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉറപ്പ് ഒരു ജീവിതമാണ് നമ്മൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊക്കെ മാറ്റിയിട്ട് ഇന്നൊരു പുതിയ ദിവസമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോട് കൂടി തന്നെ പറയേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവണമെന്നില്ല, എല്ലാ ദിവസവും സന്തോഷം മാത്രം ആയിരിക്കണം എന്നില്ല, എല്ലാ ദിവസവും നമുക്ക് സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ആയിരിക്കണം എന്നില്ല. ജീവിതം എന്ന് പറയുന്നത് നല്ലതും ചീത്തയും എല്ലാ ഫീലിങ്സും കൂടെ മിക്സപ്പ് ആയിട്ടുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. അതും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ജീവിതമാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജൂണാണ്, ഇത് കഴിഞ്ഞ് ജൂലൈ വരും, ഓഗസ്റ്റ് വരും, 25 കഴിഞ്ഞ് 2026 വരും, ഒരുപാട് കാര്യങ്ങൾ വരും. സോ എവറി ഡേ ഈസ് ന്യൂ ബിഗിനിങ് എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ മടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും ഒരുപാട് വൈകിപ്പോയി, ഇനി ഈ വയസ്സാം കാലത്താണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് നന്നാവണം ഇൻ ദ സെൻസ് നമുക്ക് ചില പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കും, ഇത് ഓൾറെഡി നവംബർ ആയല്ലോ, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ജൂൺ ആയല്ലോ, ഇനി 5-6 മാസം കൂടെ ഉള്ളൂ, ഇത് അങ്ങോട്ട് പോട്ടെ, 2026 വരുമല്ലോ, അപ്പോൾ നമുക്കിതൊക്കെ തുടങ്ങാം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ നമ്മൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ എന്ത് കാര്യം വേണമെങ്കിലും തുടങ്ങാം. എന്തൊരു കാര്യമാണെങ്കിലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക, ദ വെരി നെക്സ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേ പേരുടെ ചിന്തയാണ് നമ്മൾ വൈകി ഇനിയിപ്പോൾ എന്തിനാ, ഞാൻ ഇത്രയും പ്രായമായി, ഞാൻ 30കളായി അല്ലെങ്കിൽ ഞാൻ 20കളായി, എൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കുട്ടികളൊക്കെ വലുതായി, ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്താണ്. ഡാൻസ് പഠിക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കാനും പാട്ട് പഠിക്കാനൊക്കെ, പക്ഷേ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്താണ്, ഇത്രയും പ്രായമായി, ഇനി ഇപ്പോഴാണ് എന്നുള്ളൊരു ചിന്തയൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഒരാഗ്രഹത്തിനും ഒരു കാര്യവും എതിരല്ല എന്നുള്ളതാണ് കേട്ടോ. അവസാനത്തെ പോയിൻ്റാണ്, ഈ ഒരു പോയിൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലാസ്റ്റ് പോയിൻ്റ്, അതായത് 5th പോയിൻ്റാണ്, ദർ ഈസ് ഓൾവേസ് സംതിങ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറയുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഓരോ മൊമെൻറ്റിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അതായത് നന്ദിയുള്ള ഒരു വ്യക്തി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റോറും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു 10 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയില്ലേ. സോ നമ്മൾ വല്ലാണ്ട് തളർന്നിരിക്കുമ്പോൾ, വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ എന്തൊക്കെ നന്മകളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്നാണ്. വല്ലാണ്ട് ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളത്തിനായിട്ട് 10 മണിക്കൂറൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് നമുക്ക് ഒരു 5-10 മിനിറ്റ് എടുത്താൽ പോലും നമ്മുടെ ചുറ്റോറം അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് ഭക്ഷണമുണ്ടല്ലോ, നമ്മുടെ തലയുടെ മേളിലൊരു റൂഫ് ഉണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്. ഈ ഒരു പോയിന്റ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ 5 പോയിന്റ് നിങ്ങളായിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചതിൽ. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കേട്ടോ, ഇതൊരു മോട്ടിവേഷനായിട്ടൊന്നും എടുക്കാതെ ഈ ഒരു 5 പോയിന്റ് നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 5 പോയിന്റിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ വെറുതെ പറഞ്ഞു പോകുന്ന പോയിന്റ് ആണോ എന്ന് കേട്ടോ. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആർക്കെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിൽ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.